നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുകയാണ്. ആദ്യം ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി. പരിശോധന നടത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സൗദി, കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർ PPE കിറ്റ് ധരിക്കണം. ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർ N95 മാസ്കും ഫേസ് ഷീൽഡും അതുപോലെ തന്നെ ഗ്ലൗസും ഉപയോഗിക്കണം. ഖത്തറിൽ നിന്ന് വരുന്നവർ എക്സ്തരാസ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണെന്നും PPE കിറ്റിന്റെ ചെലവ് യാത്രക്കാർ വഹിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ ധരിക്കണം. PPE കിറ്റ് സാധാരണ യാത്രക്കാർ തന്നെ ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ യാത്രക്കാരുമായിട്ട് അതിൻ്റെ കാര്യത്തിൽ ധാരണ ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ ET മുഹമ്മദ് ബഷീർ MP, മുസ്ലിം ലീഗ്, ശ്രീ PP ചിത്തരഞ്ജൻ CPIM നേതാവ്, ഡോക്ടർ PF ഫസൽ ഗഫൂർ, അദ്ദേഹം മുൻപ് കോവിഡ് കർമ്മസമിതിയിലും മുമ്പുണ്ടായിരുന്ന സമിതിയിലും അംഗമായിരുന്നു, B ഗോപാലകൃഷ്ണൻ BJP, നൌഫൽ പാലക്കാടൻ ആരോഗ്യ പ്രവർത്തകൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ET മുഹമ്മദ് ബഷീർ, കേരളത്തിലെ പ്രതിപക്ഷം സർക്കാർ ഈ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉയർത്തിയിരുന്നു. നേരിട്ട് സമരരംഗത്തേക്ക് കടന്നിരുന്നു. ഇന്നും സമരമുണ്ടായിരുന്നു. പ്രവാസി ലീഗിൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഉള്ള സമരം നമ്മൾ ഇന്നും കണ്ടതാണ്. അങ്ങനെ നിരന്തരമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, രോഷം ഇതൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുക്കുകയും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി പ്രശ്നം അവസാനിച്ചോ? പ്രവാസികളുടെ ഇനിയുള്ള വരവ് അനായാസമാകുമോ? ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. കാരണം ഇതിൻ്റെ ഈ ഗവൺമെൻറ് തീരുമാനം വന്ന സമയത്ത് ധാരാളം പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. സജീവമായ പ്രക്ഷോഭത്തിന് മുമ്പിൽ നിന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. വളരെ താല്പര്യപൂർവ്വം ഞങ്ങളേക്ക് പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടിരുന്നു. ഞാനൊരു കാര്യം കൂടി ഇവിടെ ഓർക്കുകയാണ്. നിങ്ങൾ മീഡിയ വേൾഡിൽ സംസാരിക്കുമ്പോൾ ഈ തീരുമാനം ഇവരെടുത്തില്ലേ, ഈ ട്രൂനെറ്റിലെ തീരുമാനം എടുത്തെന്ന് ആദ്യം വിവരം എന്നോട് പറഞ്ഞ നിങ്ങളുടെ ചാനൽ. ഇത് പറയുമ്പോൾ വലിയൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താണ് തീരുമാനം ചോദിച്ചു. പിന്നെ അത് സ്റ്റഡി ചെയ്ത് അതിന് പറയുകയും ചെയ്തു. അന്നേ ഞാൻ ചെറിയ ആൾ, ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് നടക്കില്ല. കാര്യം ഇതിവിടെ ഈ ട്രൂനാറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. അത് അവിടെ അംഗീകരിച്ചിട്ടില്ല. അവരംഗീകരിക്കാതെ ഇത് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞിട്ടും സർക്കാർ കേട്ടില്ല. അവർ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു 24 വരെ. ബാക്കിയുള്ളവർ അത് ധരിച്ചോളണമെന്ന് കൃത്യമായിട്ട് അവർ പിന്നെ അത് ചെയ്തോളണമെന്ന് പറഞ്ഞു. എന്നാലേ കയറാൻ പറ്റൂ എന്ന്, നെഗറ്റീവ് ആയ ആൾക്കാരെ അതിന് കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ കിടക്കുന്നവരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ചർച്ചകളും നിങ്ങളെ ചർച്ചയിലും പറഞ്ഞു കാണും, അവർ പിന്നെ ഒരുമിച്ച് ആളുകൾ ബാക്കിയുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാം, അവർക്കായിട്ട് വേറെ ഫ്ലൈറ്റ് ഇങ്ങനെ പോസിറ്റീവ് ആയ ആൾക്കാർക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതും നടക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അവരും കൂട്ടി ഇങ്ങോട്ട് ഫ്ലൈറ്റിന് പോകാനൊക്കില്ല, അവരിവിടെ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ രോഗികളാണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ട ആളുകളെ ഈ കയറ്റി അയക്കും, ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം അന്ന് അവർ ബുദ്ധിമുട്ടാക്കി. ഒരുപാട് ആളുകൾ ടെൻഷനിൽ നിന്നു, മുൾമുനയിൽ നിന്നു. ഈ വിമാനം ബുക്ക് ചെയ്ത ആൾക്കാർ, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ ഒക്കെ തന്നെ കൺഫ്യൂഷനിലായി. ഇന്നലെ രാത്രി ഒന്നും ഒരു പൊതുപ്രവർത്തനം ഉറങ്ങിയിരുന്നില്ല. വിളിയോട് വിളിയാണ്. കാരണം ഇന്നും നാളെയും ഒക്കെ ആയിട്ട് പോരേണ്ട ഫ്ലൈറ്റ് ഉണ്ട്. ഇവർ ഈ കണ്ടീഷൻ ഇന്നിപ്പോൾ ഉച്ചക്കാണല്ലോ വിവരം വരുന്നത്. ഇത് നടക്കുമോ, ഇത് ക്യാൻസൽ ചെയ്യണോ, ഇതിനെ ഒഴിവാക്കണോ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ നോക്കില്ല. ഗവൺമെൻറ് പറയാൻ നമുക്ക് അറിയാൻ നോക്കും. ഏതായാലും ഉച്ചക്ക് ആ തീരുമാനം എടുത്തു. ഇപ്പോൾ പറഞ്ഞ തീരുമാനത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ PPE കിറ്റ് എന്ന് പറയുന്നതൊക്കെ ഏത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സംഗതിയാണ്. ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റാണിത്. ഇതുണ്ട്. അതിൽ പിന്നെ ഡ്രസ്സുണ്ട്, അതുപോലെ അതിൽ ഗൂഗിളുണ്ട്, അതിൽ ഹെൽമെറ്റ് ഉണ്ട്, കാലുമേലുറയുണ്ട്, കൈമേലുറക്കൊക്കെ ഉണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. വിമാന കമ്പനി ഉണ്ടാക്കിയാലും ശരി, ഇനി അതൊന്നും അല്ലെങ്കിൽ പാസഞ്ചർ ഉണ്ടല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് പ്രശ്നം ഈ നിലയിൽ ഇപ്പോൾ തീർന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇനിയിപ്പോൾ കയറിപ്പോരുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഗവൺമെൻറ് ഉണ്ട്. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതങ്ങ് സ്മൂത്തായിട്ട് നടക്കും. ഏതായാലും വേഗം ആൾക്കാർ വരട്ടെ. അവർ ഇവിടെ വന്നിട്ട് ഇവിടെ ക്വാറന്റൈൻ സൗകര്യം ഒന്നും ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല, ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ല. എങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന എവിടെയും ചെയ്യാം. കാര്യങ്ങൾ അങ്ങ് തീർന്നു പോട്ടെ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ സമാധാനിച്ചിരിക്കുന്നത്. ശരി, അവിടെ ശ്രീ PP ചിത്തരഞ്ജൻ, അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അത് നടപ്പാകില്ല എന്ന് ബോധ്യമാകുന്നു. വലിയ രോഷം
നമ്മുടെ സമൂഹത്തിലും പ്രവാസി സമൂഹത്തിനിടയിലും ഉണ്ടാകുന്നു. ഒടുവിൽ സർക്കാർ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തുന്നു. സത്യസന്ധമായി ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നുവെന്ന് സമ്മതിക്കുമോ സർക്കാർ? ഈ COVID-19 നേരിടുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിന് ലോകത്തിൻ്റെ ആകെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അഭിലാഷ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്നും കേരളത്തിൽ ഇനി പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വോട്ട് ബാങ്കായിട്ടുള്ള പ്രവാസികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ അഭിപ്രായ പ്രകടനങ്ങളും നീക്കങ്ങളും എന്നതിനേക്കാൾ അപ്പുറം പ്രതിപക്ഷം ഈ കേരളത്തിൽ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മം അല്ല, നാടിന്റെ താല്പര്യങ്ങൾ ഒടുവിൽ പ്രതിപക്ഷം പറഞ്ഞിടത്ത് എത്തിയല്ലോ. പറഞ്ഞോട്ടെ, പ്രതിപക്ഷം പറഞ്ഞിടത്ത് എത്തിയല്ലോ. ഇല്ലല്ലോ. ആര് പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞിടത്ത് എത്തിയെന്ന്? ഇവിടെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതല്ലേ? എവിടെ പ്രതിപക്ഷം പറഞ്ഞിടത്ത് എത്തിയത്? ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് ഈ കോവിഡ് പരിശോധന നിർബന്ധമാക്കണം എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ തന്നെയാണ് സമർപ്പിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്നത് വരെ ഈ കാര്യത്തിന് ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബദൽ നിർദ്ദേശം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 20-ആം തീയതിയാണ് നമ്മൾ ആദ്യം നിശ്ചയിച്ചത്. അത് കഴിഞ്ഞ് ഇതിന് സാവകാശം ഒരു 4-5 ദിവസക്കാലം കൂടെ കൊടുത്തു. 24-ആം തീയതി കഴിയുമ്പോൾ വീണ്ടും പ്രശ്നത്തിന് പരിഹാരമാകാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യം ചെറുതാണോ? 72 വിമാനങ്ങളാണ്. അതിൽ 71 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ന് പുറപ്പെടുന്നത്. ഈ കേരളത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് കുറ്റം പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, എത്ര ആളാണ് ഇന്നത്തെ 72 വിമാനം വന്നു, 14,000 പേര് വന്നു, ഞാൻ സമ്മതിക്കുന്നു, അതിലല്ല തർക്കം. നോക്കൂ ശ്രീ ചിത്തരഞ്ജൻ, ആദ്യം സർക്കാർ എന്തു പറഞ്ഞു? വരുന്ന ആളുകൾ കോവിഡ് നെഗറ്റീവാണ് എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കരുതണം. അത് അപ്രായോഗികമാണ് എന്ന് വ്യക്തമായി. കാരണം സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിൽ അതിനുള്ള സംവിധാനമില്ല. അത് വ്യക്തമായപ്പോൾ സർക്കാർ എന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കുകയാണോ ചെയ്തത്? അല്ല, ട്രൂ നാട്ട് ടെസ്റ്റ് മതി, അതിനുള്ള സംവിധാനം ഞങ്ങൾ അങ്ങോട്ട് അയക്കാം എന്ന് പ്രഖ്യാപിക്കുന്നു. അതും അപ്രായോഗികമാണ് എന്ന് ബോധ്യമായി. അതിനിടയ്ക്ക് കോവിഡ് ഉള്ള ആളുകളെ പ്രത്യേകം വിമാനത്തിൽ കൊണ്ടുവരണം എന്ന് നിലപാടെടുത്തു. അതും പറ്റില്ല എന്ന് ബോധ്യമായി. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുക, കുറേ കാര്യങ്ങൾ നിർദ്ദേശിക്കുക, അത് നടക്കില്ല എന്ന് ബോധ്യം വരിക, അതിൽ നിന്ന് മുന്നോട്ട് പോവുക. ഇതിനിടയിൽ ഈ പ്രവാസികൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ വലിയ മാനസിക സംഘർഷത്തിൽ പെട്ടു. അത്രേ ഉണ്ടായുള്ളൂ. അഭിലാഷേ, അല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിവ്യാപനം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നത് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് അംഗീകരിച്ച് തരുവാൻ തയ്യാറാകുമോ? ഇവിടെ ഗവൺമെൻറ്റിന് മുമ്പിലുള്ള പ്രശ്നം എന്താ? ഗവൺമെൻറ് ഏത് കാര്യത്തിനകത്താണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ സാമൂഹ്യ വ്യാപനം ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളതൊടുത്ത് നോക്കൂ. നമ്മുടെ സഹോദരങ്ങൾ പ്രവാസികളായിട്ടുള്ളവർ ഇവിടെ വരണ്ട എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഗവൺമെൻറ്റിനില്ല. അവർക്ക് ഇവിടെ കൊണ്ടുവരണം. ഏറ്റവും അവസാനത്തെ ആൾ വരെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന, അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് പോരാൻ പോകുന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇവിടെ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന സഹോദരങ്ങളെല്ലാം അവിടെ മരണത്തോടും മല്ലടിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന പ്രചരണത്തോടും യോജിപ്പില്ല. ഇന്നിപ്പോൾ അത്തരം രാജ്യങ്ങളിലെല്ലാം ഭേദമായി വരുന്നവരും മറ്റു കാര്യങ്ങളും എല്ലാം കണക്കുണ്ട്. അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ മൊത്തം വന്നിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ എണ്ണം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 152 നമ്പറിൽ നിന്നുകൊണ്ടാണ്. 152 പേർക്ക് രോഗബാധിതരായ ഇതിനകത്തൊന്നും പ്രതിപക്ഷത്തിന് ഒരു ഉത്കണ്ഠയില്ലേ? അവരപ്പോഴും പന്തലും കെട്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോഴും ആ നിർദ്ദേശങ്ങളെ, മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള രോഗബാധിതരിൽ 90% ആൾക്കാരും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവരും അതുപോലെ തന്നെ പ്രവാസികളായി വന്ന നമ്മുടെ സഹോദരങ്ങളുമാണ്. അവരൊരിക്കലും വരണ്ട എന്നുള്ളതല്ല. വന്നിട്ടുള്ള രോഗികളുടെ എണ്ണം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നമ്മുടെ വ്യാപനം, ഈ രോഗവ്യാപനം കുറക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള നടപടികൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് ആരോഗ്യ വിദഗ്ധന്മാരായിട്ടുള്ളവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം പ്രവർത്തിക്കുകയാണ്. കേരളം അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പിന്നെ മദ്രാസിൻ്റെയോ ചെന്നൈയുടെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള
മറ്റ് സ്റ്റേറ്റുകളുടെ കർണാടകത്തിന്റെ ഗതി നമ്മൾ കാണുന്നുണ്ടല്ലോ, ശരി, ശരി. മഹാരാഷ്ട്രയുടെ ഗതി നമ്മൾ കാണുന്നുണ്ടല്ലോ. ശരി, രോഗപ്രതിരോധം മികച്ചത് തന്നെ, അതിലൊന്നും തർക്കമില്ല. പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ വിഷയത്തിൽ മാത്രമാണ് തർക്കം. രോഗപ്രതിരോധത്തിൽ അല്ല, കാണാതിരുന്നിട്ടില്ല. രോഗപ്രതിരോധത്തിൽ കേരളം നല്ല നിലയിലുള്ള സമീപനം സ്വീകരിച്ച കാര്യത്തിലൊന്നും കാണാതിരിക്കുകയോ ആ കാര്യത്തിൽ എതിരഭിപ്രായം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വിഷയം ട്വിസ്റ്റ് ചെയ്യണ്ട. കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി എന്നുള്ളത് പ്രവാസികളോട് അനീതി കാണിക്കാനുള്ള ഒരു എക്സ്ക്യൂസുമല്ല. അതല്ലാതെ കേരളത്തിലെ ഗവൺമെന്റോ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനമോ നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ അതിനെ അംഗീകരിക്കും. അക്കാര്യത്തിലൊന്നും എതിരഭിപ്രായമില്ല. ഞാൻ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സർക്കാർ ഈ ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോയതല്ല, അത് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, പരിശോധനാ സംവിധാനം മറ്റു രാജ്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന കാര്യം. അത് സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട എംബസികൾ മുഖേന നടപ്പാക്കേണ്ടതാണ്. അക്കാര്യത്തിൽ പക്ഷേ അനുകൂലമായ ഒരു സമീപനം, റിസൾട്ട് ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ട് ആളുകളെ അവിടെ നിർത്താൻ കഴിയില്ലല്ലോ, കാത്തിരുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ PPE മറ്റുമൊക്കെ ഇടിവിച്ചുകൊണ്ട് കൊണ്ടുവരാം, ആയിക്കൊള്ളട്ടെ എന്ന നിലപാടെടുക്കുകയാണ്. അപ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആളുകൾക്ക് അവസരം ഒരുക്കേണ്ടിയിരുന്ന കേന്ദ്രം അതിന് തയ്യാറായില്ലെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആക്ഷേപം. സംസ്ഥാനത്തിന് ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെങ്കിലും കിട്ടിയാൽ മതി, രാജ്ഞിയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാൽ മതി. അതാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ പ്രകടമായത്. കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ചതൊക്കെ പ്രവാസികൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തിനാണ് മുന്നോട്ട് വെച്ചത്? മുന്നോട്ട് വെച്ചത് പ്രവാസികൾ തൽക്കാലം വരണ്ട, പ്രവാസികൾ ഇങ്ങോട്ട് വരണ്ട എന്ന സമീപനം തന്നെയായിരുന്നു ഈ സർക്കാരിൻ്റേത്. അതുകൊണ്ടാണല്ലോ ഒരു മന്ത്രി പറഞ്ഞത്, പ്രവാസികളാണ് ഈ കോവിഡിനെയും കൊണ്ട് വരുന്ന ആളുകൾ, കോവിഡിൻ്റെ യാത്രാവാഹകരാണ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ വാഹകരാണ് പ്രവാസികൾ. ഇപ്പോൾ തന്നെ ചിത്തരഞ്ജൻ എന്താ പറഞ്ഞത്? 90% ഈ കോവിഡ് ഈ കേരളത്തിൽ കൊണ്ടുവന്നത് പ്രവാസികളാണെന്നാണ് ഈ ചർച്ചയിൽ പറഞ്ഞത്. പ്രവാസികൾ കേരളത്തിൽ എത്ര പേരെത്തി? എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. ആ കണക്ക് ശരിയല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കണക്ക് പറയാം. ഏതാണ്ട് 85,000 പ്രവാസികളാണ് ഇതുവരെ കേരളത്തിലെത്തിയത്. ആ 85,000 പ്രവാസികളിൽ ഏതാണ്ട് 800 താഴെ, എന്ന് വെച്ചാൽ 1% താഴെ മാത്രമാണ് കോവിഡ് ഉള്ളത്. കണക്ക് വേണം പരിശോധിച്ചോളൂ. ഞാൻ മനസ്സിലാക്കിയ കണക്ക്, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 1%. ഇനി പ്രവാസികൾ ഏറ്റവും കൂടുതൽ വന്നത് എൻ്റെ കണക്കനുസരിച്ച് തൃശ്ശൂരാണ്, പക്ഷേ കോവിഡ് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. അപ്പോൾ പ്രവാസികളാണ് ഈ കോവിഡുമായിട്ട് വന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചൈനയിൽ നിന്നാണല്ലോ ആദ്യത്തെ 300 പേരെയും കൊണ്ട് വന്നത്. ചൈനയിൽ നിന്ന് 300 പേരെയും കൊണ്ട് വരുമ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസമൊക്കെ പരിഗണിച്ച് അന്ന് ലോകത്തിൻ്റെ വേറെ ഭാഗത്തേക്ക് ഈ രോഗം എത്തിയില്ല. വുഹാനിൽ നിന്ന് സാധനം ഈ ആളുകളെ കൊണ്ടുവരണം, എനിക്ക് തോന്നുന്നു 300 പേരെയാണെന്ന് തോന്നുന്നു. ആ 300 പേരെ കൊണ്ടുവന്നു. 3 പേർക്ക് മാത്രമേ രോഗം ഉണ്ടായുള്ളൂ, 3 പേർക്ക് മാത്രം. അപ്പോൾ പ്രവാസികളാണ് രോഗവാഹകർ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഈ സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. ഇവർ ഭയത്തിലാണ്. എന്താ ഭയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് ചർച്ച വരിഞ്ഞാലും ആ ചർച്ചയിൽ CPMൻ്റെ പ്രതിനിധികളുണ്ടെങ്കിൽ അവരുടനെ പറയുന്നത് നമ്മൾ നമ്പർ 1 ആണ്, നമ്മൾ നമ്പർ 1. ഇങ്ങനെ നമ്പർ 1 ആയിട്ട് എന്ത് കാര്യമെന്ന് പ്രവാസികളായിട്ടുള്ള കേരളത്തിൻ്റെ നട്ടലായിട്ടുള്ള പ്രവാസികൾ, എപ്പോഴും പ്രവാസികളെ പറ്റി പറയുന്ന ഈ സംസ്ഥാന സർക്കാർ പ്രവാസികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് മരണത്തിൻ്റെ വ്യാപാരികളായി ഇവിടെ ഈ സർക്കാർ കഴിയുന്നതിൽ എന്തർത്ഥമാണ്? ശരി, അതാണ് കേന്ദ്ര സർക്കാർ നയമുള്ളൂ. ആ നയം കേരളത്തിലെ മുഴുവൻ, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. ശരി ശരി, ആ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടി മാത്രമേ കേന്ദ്രത്തിന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. ശരി, വ്യക്തമാണ്. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് N95 മാസ്കും ഷീൽഡും ഗ്ലൗസും ഉണ്ടായാൽ മതി. സൗദി അറേബ്യയിൽ നിന്നും കുവൈത്തിൽ നിന്നും വരുന്ന ആളുകൾക്ക് PPE കിറ്റ് വേണം. ഞങ്ങളുടെ
ബ്യൂറോകൾ ഈ എല്ലാ രാജ്യത്തും ഞങ്ങൾക്ക് ബ്യൂറോ ഉണ്ട്. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് അവിടെ കുറഞ്ഞ ചിലവിൽ തന്നെ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല ചിലർ സ്വമേധയാ തന്നെ ഇതിനോടകം തന്നെ അത് ധരിച്ചിട്ടാണ് വിമാനത്തിൽ പോകുന്നതെന്നാണ്. അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഇവരെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാതെ വരുന്ന ആളുകളെ വിമാനത്താവളത്തിൽ ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കും എന്നിന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എനിക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് വളരെ സവിശേഷമായ കാര്യമുണ്ടോ എന്നുള്ളതാണ്. ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ആക്യുറസി വളരെ കുറവാണ്. ഫോൾസ് നെഗറ്റീവിൻ്റെയും ഫോൾസ് പോസിറ്റീവിൻ്റെയും സാധ്യതകൾ അവിടെ നിൽക്കുന്നു. അത് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ വരുന്ന ആളുകളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് ഇന്ന് മാത്രം 14,000 പേർ. അങ്ങനെയാണെങ്കിൽ ഈ 4 വിമാനത്താവളങ്ങളിലും ഈ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനമുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൻ്റെ മെഡിക്കൽ കൺസൾട്ടൻ്റാണ് ഏകദേശം 30 വർഷമായിട്ട്. എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിലാണ് ആൾക്കാർ നമ്മളിപ്പോൾ കാലിക്കറ്റിൽ നിന്നൊക്കെ ഗൾഫിലോട്ട് പോകുന്നത്. എനിക്കിപ്പോൾ അവിടെ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പ് കിട്ടി, ക്ലിനിക്ക് ക്ലോസ് ചെയ്യാൻ. ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ക്ലിനിക്ക് തുറക്കുന്നതും കോവിഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നതുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വെറുതെ എല്ലാവരും കയറി അത് സംസാരിക്കാൻ മാതിരിയല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, GCCയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അവർ തമ്മിലൊരു യോജിപ്പിലെത്തിയിട്ടില്ല. ഒരു സ്ഥലത്ത് പ്ലെയിനിൽ കയറുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നു, താങ്കൾ പറഞ്ഞ മാതിരി, വേറെ സ്ഥലത്ത് PP കിറ്റ്, വേറെ സ്ഥലത്ത് തെർമൽ ഗൺ. അപ്പോൾ അവർ ആദ്യം ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അത് കുറേ സമയമെടുക്കും അവർ ഒത്തുതീർപ്പിലെത്താനായിട്ട്. രണ്ടാമതൊരു കാര്യം, ചിത്തരഞ്ജൻ അവിടെ ഇരിക്കുന്ന കൊണ്ട് ഞാൻ പറയണേ, ഗവൺമെൻറ്റിന് ആരോഗ്യ ഉപദേശം നൽകുന്ന ആൾക്കാർ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണത്. കാരണം ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ പിണറായി വിജയൻ ഉണ്ടാക്കുന്നതൊന്നുമല്ലത്. അത് ഇവരെന്തെങ്കിലും പോയി അവിടെ മണ്ടത്തരം പറയണം, ഡീനാറ്റ് ടെസ്റ്റ് അവിടെ ചെയ്യണം, അത് ET പറഞ്ഞാൽ 100% ശരിയാണ്. അതൊന്നും അവരംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്പെസിഫിക്കേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ എനിക്ക് അയച്ചു തരുന്നതാണ്. എപ്പോഴും എയ്ഡ്സ് വന്നപ്പോഴും എനിക്ക് അതുമാതിരി പ്രോട്ടോക്കോൾ അയച്ചു തന്നു. എന്ത് മെഷീൻ ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യണം, ഇതിൻ്റെ ഈക്വലൻ ടെസ്റ്റ് അവിടെ നടത്തും. ഇവിടെ ആൾക്കാർ ഞങ്ങളിവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് അവിടെ വീണ്ടും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോളുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഡീനാറ്റിൻ്റെ കാര്യം, അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആൻറ്റിജൻ, ഇപ്പോൾ ചോദിച്ചതിനും കൂടെ ഉത്തരം പറയാം. ആൻറ്റിജൻ ടെസ്റ്റാണ് ഇതിൽ നല്ലത്, ആൻറ്റിബോഡി അല്ല. സ്പെസിഫിസിറ്റി അക്യുറസി കൂടുതൽ ആൻറ്റിജൻ ടെസ്റ്റിനാണ്. ആൻറ്റിജൻ ടെസ്റ്റിന് കൂടുതൽ ചിലവില്ല. ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരാഴ്ചയിലധികം എടുക്കും. രണ്ടാമത് അത് ടെസ്റ്റ് ഒരുപാട് തവണ ടെസ്റ്റ് ഫോൾട്ടിയാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുള്ളതാണ്. മൂന്നാമതൊരു കാര്യം കൂടെ പറയാം, അത് ET ഒരു MP ആയതുകൊണ്ട് ETക്ക് നല്ലോണം അറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ടെസ്റ്റ് അയച്ചു കൊടുത്തതിനെ കൊണ്ടൊന്നും അവർ ടെസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അവിടെ നിന്ന് ടെസ്റ്റിങ് അവർ സമ്മതിക്കുള്ളൂ, അവരുടെ ടെസ്റ്റ് അവർ സമ്മതിക്കുള്ളൂ. അല്ല നമ്മളൊരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തതിനെ കൊണ്ടൊന്നും അവർ സമ്മതിക്കില്ല. ഇനി കുറച്ച് രാഷ്ട്രീയം കൂടെ ഞാൻ അതിൽ പറയട്ടെ. ഇതിൽ അനാവശ്യമായിട്ട് രാഷ്ട്രീയം കലർത്തുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എതിരായിട്ടാണ് പറയുന്നത്. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറയുന്നതുകൊണ്ട്. ഇപ്പം തന്നെ ഞാൻ പറയാം, അത് സമ്മതിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. അതായത് അവിടെ ഗൾഫിൽ ഈ PP കിറ്റ് വളരെ ചീപ്പായിട്ട് കിട്ടും. ഒരു 500 ഉറുപ്പ്യ. ഇവിടെ അതിനൊരു 800 ഉറുപ്പ്യ വരും. ആകെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു 10-15 മിനിറ്റ് എടുക്കും ഇടാനായിട്ടും ഊരാനായിട്ടും. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും എയർപോർട്ടിൽ. 15,000 ആൾ ഒറ്റയടിക്ക് വന്നിറങ്ങിയാൽ ടെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, ഡ്രസ്സ് അയക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് അത് സൂക്ഷിക്കേണ്ട ഒരു മാറ്ററായിരുന്നു. ഒരുമിച്ച് ഇത്രയധികം ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യേണ്ട ഒന്ന്. രണ്ടാമത് അങ്ങനെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യേണ്ട സമയമായിരുന്നെങ്കിൽ ഇത് കുറേ മുമ്പ് കൊണ്ടുവരണ്ടായിരുന്നു. കുവൈറ്റ് എവാക്വേഷന്മാർ ഒറ്റയടിക്ക് 500 ഫ്ലൈറ്റിൽ ആൾക്കാരാണ് കൊണ്ടുവരേണ്ടത്. ഇതിപ്പോഴത്തെ വഴിയല്ലോ. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഏപ്രിലിൽ തുടങ്ങി ലോക്ക്ഡൗൺ തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ അന്ന് ഇവരെവിടെ എത്തിക്കണമായിരുന്നു. അത് എത്തിക്കുന്നതിന് പകരമായിട്ട് ഇത് വൈകിച്ച് ഇപ്പോൾ ഇവർക്കൊക്കെ അവർ കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ പറയണേ ഞാൻ അവസാനിപ്പിക്കുക. പിന്നെ ഇവർക്ക് ഇത്രയധികം രോഗമുണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റട്ടോ. അത് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടാ. നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരെ ടെസ്റ്റ് ചെയ്താൽ തന്നെ, ഗോപാലകൃഷ്ണനും ഞാനൊക്കെ അടക്കമുള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു ഡോക്ടറായ എന്നെ പോലും, ഞാൻ ചിലപ്പോൾ ഒരുപാട് രോഗികളെ കണ്ടുവരിക മെഡിക്കൽ കോളേജിൽ, നമുക്ക് പോലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പക്ഷേ റാംഡ് ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് UAE-ലൊക്കെ. അതുകൊണ്ടാണ് ഇത്രയധികം പോസിറ്റിവിറ്റി കാണുന്നത്. അതൊരു ഫോൾസ് പോസിറ്റിവിറ്റി ആണ് എന്നാണ് എൻ്റെ, ഫോൾസ് അല്ല, അത് നമുക്ക് ഇതുമായി തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. എന്ന് മാത്രമല്ല, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കണക്ക് ശരിയാണ്. 85,000 പേര് വന്നപ്പോൾ 1000-ൽ താഴെ പേർക്കേ പോസിറ്റീവ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും പുതിയ കണക്ക് കൂടി ആഡ് ചെയ്യണം. എന്നാൽ പോലും വലിയൊരു 1% കൂടുതൽ ആളുകൾ പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണമല്ലോ. ശ്രീ നൗഫൽ പാലക്കാടൻ, അവിടെ ഇനി പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ കാര്യമാണ്. UAE-യിൽ എന്തായാലും ഇനി ഇപ്പോൾ ഉള്ളതുപോലെ ഇനിയും എന്നുള്ളതേ ഉള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. സൗദിയിലാണ് വ്യത്യാസമുള്ളത്. സൗദിയിൽ
PPE കിറ്റ് ധരിച്ചിട്ടാണ് ആളുകൾ വരേണ്ടത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിൽ സൗദിയിൽ നിന്നും തന്നെയുള്ള ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഒക്കെ സൂചിപ്പിച്ച കാര്യം ടെസ്റ്റ് പ്രായോഗികമല്ല ഇവിടെ, സൗദിയിൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ PPE കിറ്റ് എന്നുള്ളത് ആളുകളുടെ സുരക്ഷിതത്വത്തിന് നല്ലതാണ് എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യം തന്നെ ആ പ്രവാസികളുടെ ഇടയിൽ ഉയർന്ന ആ ചർച്ച പോലെ തന്നെയാണ് ഇന്നിപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ. ആദ്യമായി പ്രവാസി മലയാളികൾ ഒരു ദുരന്ത മുഖത്ത് നിന്നപ്പോൾ ഇവിടുത്തെ വിദഗ്ധരുമായി, ആരോഗ്യ വിദഗ്ധരും സമസ്ത മേഖലയിലെ വിദഗ്ധരുമായി ചർച്ച നടത്തി മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടേഴ്സ് ഈ അധികാരികളുടെ ഇടയിലേക്ക് പ്രായോഗികമായ നിർദ്ദേശം വെച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. WHO നിർദ്ദേശം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇവിടെ ഒരു രീതിയിലും ഇത്തരം പരിപാടികൾ ഇവർ അനുവദിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെ ഒരു ചോദ്യത്തിന് സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ ആബിദി പറഞ്ഞത്, ഒരു രീതിയിലും ഞങ്ങൾ ഇത്തരം റാപ്പിഡ് കിറ്റുകളോ ട്രൂനാറ്റ് കിറ്റുകളോ ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു സാധ്യത പോലുമില്ല. എംബസി കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഒരു റിക്വസ്റ്റ് ആണ് ഇനി ഉള്ളത്. അതായത് യാത്രാ ആവശ്യത്തിന് വേണ്ടി മാത്രം റാപ്പിഡ് കിറ്റുകൾ ഉപയോഗിക്കാൻ അനുമതി വേണമെന്ന്. അതിന് ഇതുവരെ മറുപടി വന്നിട്ടുമില്ല. PP കിറ്റുകൾ സൗദി അറേബ്യയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു ഫാർമസിയുടെ പരസ്യമാണിത്. യാത്രാ ആവശ്യത്തിനുള്ള സുരക്ഷാ കിറ്റുകൾ ലഭ്യമാണ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നാണ് ഈ പരസ്യത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ എല്ലാ രീതിയിലും ഇവിടെ മാർക്കറ്റുകളിൽ മുഴുവൻ ഗുണനിലവാരമുള്ള കിറ്റുകളുടെ വില, അതായത് 1500 റിയാലോളം വരുന്ന ഈ വില, ഹലോ പറഞ്ഞോളൂ. എന്തുകൊണ്ട് റാപ്പിഡ് കിറ്റുകൾ സൗദി അറേബ്യയിൽ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാര്യം, ഒരുപാട് ക്ലിനിക്കുകളുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദും ജിദ്ദയും ഉൾപ്പെടെ ഒരുപാട് നഗരങ്ങൾ. ഒരു നഗരത്തിൽ തന്നെ 40-50 ക്ലിനിക്കുകളുണ്ട്. ഇവിടെ എല്ലാം റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തി വളരെ സൗകര്യപൂർവ്വം നടത്താനും ആദായപൂർവ്വം നടത്താനും പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ശരി, അല്ല എന്തായാലും ഇനിയിപ്പോൾ റാപ്പിഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ, റാപ്പിഡ് ടെസ്റ്റ് വേണ്ട. ഷീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് PP ചിത്തരഞ്ജൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നതും. ഈ തീരുമാനം പിണറായി വിജയനും ശൈലജ ടീച്ചറും രാഷ്ട്രീയമായി എടുക്കുന്നതല്ലല്ലോ. വിദഗ്ധ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ വിദഗ്ധ പാനലിൻ്റെ ഉപദേശം അനുസരിച്ചാണ് സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. അങ്ങനെ വിദഗ്ധ പാനൽ നൽകിയ ഉപദേശം ഈ കാര്യത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യ ബോധമുള്ളതായിരുന്നുവെന്ന് സർക്കാർ ഒന്ന് പരിശോധിക്കേണ്ടത്. ഇവിടെ ട്രൂനാറ്റ് ടെസ്റ്റിൻ്റെ കാര്യം, ട്രൂനാറ്റ് ടെസ്റ്റ് എന്നുള്ളത് സൗദി പോലൊരു രാജ്യത്ത് ഒരു തരത്തിലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യം സർക്കാരിനെ കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടുക. അതുപോലെ തന്നെയാണ് ഈ കോവിഡ് വിമാനത്തിൽ രോഗമുള്ള ആളുകളെ കൊണ്ടുവരിക. അങ്ങനെ ഒരു ട്രാവൽ പ്രോട്ടോകോൾ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ ഉപദേശിച്ച് മോശമാക്കിയ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളം ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിൽ ഇത്രയധികം മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ത് പറഞ്ഞാലും ശരി, ഈ ലോകം മുഴുവൻ കേരളത്തെ കാണുകയാണല്ലോ. UN പരിപാടിയിലും പങ്കെടുക്കുവാനുള്ള അവസരം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കാണ് ലഭിച്ചത്. അതെല്ലാം കേരളം നടത്തിയിട്ടുള്ള ഈ കഴിഞ്ഞ 4 മാസക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി, കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ കോവിഡിനെ പ്രതിരോധിക്കുവാൻ കഴിഞ്ഞതിൻ്റെ അംഗീകാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? ഈ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും, അത് ഡോക്ടർമാർ മുതൽ താഴോട്ട് ആയിരക്കണക്കിന് വരുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ഒരു നിമിഷത്തിൽ തള്ളിപ്പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഗവൺമെൻറ്റിന് മുമ്പിൽ ഞാൻ ഒരു കാര്യം വീണ്ടും ബഹുമാനപ്പെട്ട ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞു, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാം വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഗവൺമെൻറ് പലപ്പോഴും കേട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനിയും കേട്ടുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നൊരു തർക്കവും വേണ്ട. പക്ഷേ ആരോഗ്യ പ്രവർത്തകരെല്ലാം തെറ്റായി ഉപദേശിക്കുന്നു, അങ്ങനെ ഗവൺമെൻറ് എന്തോ പാളം തെറ്റിയിരിക്കുന്നു എന്നൊന്നും നിങ്ങൾ വരുത്താൻ ശ്രമിക്കണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളെപ്പോലും അപമാനിക്കുന്ന നിലയിലും, അവിടെ നിൽക്കുന്നവർ മുഴുവൻ ഏതാണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിക്കുന്ന നിലയിലും, ഇവിടുത്തെ പ്രവാസി ലോകത്തെ അല്ലെങ്കിൽ പ്രവാസികളുടെ കുടുംബത്തെ അവരെ വലിയ ഉത്കണ്ഠാകുലരാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചരണമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാസികളുടെ വിഷയത്തെ വെച്ചുകൊണ്ട് വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തരംതാണ രാഷ്ട്രീയമല്ലേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണോ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്? കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാർക്കൊരു സംശയം വേണ്ട.
അത് പ്രവാസിയായാലും സ്വദേശിയായാലും ഏറ്റവും അവസാനത്തെ ആളെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത്. അതിന് ആരുടെയും പ്രത്യേക സർട്ടിഫിക്കറ്റൊന്നും വേണ്ട. ഇവിടെ ആരോഗ്യ പ്രവർത്തകർ ഗവൺമെൻറ്റിനെ എന്തോ വഴിതെറ്റിക്കുന്നു എന്നുള്ളതിൽ പ്രിയപ്പെട്ട അഭിലാഷ വർത്തമാനം പറയേണ്ട. ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രോഗവ്യാപനം തടയുവാൻ, സാമൂഹ്യ വ്യാപനം തടയുവാൻ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങളെ ഓരോന്നോരോന്നായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും ന്യൂനതയുണ്ട് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുകയും ചെയ്യും, ഒരു തർക്കവുമില്ല. ശരി, ന്യൂനത ഉണ്ടെങ്കിൽ തിരുത്തുന്നത് നല്ലത്. ഞാൻ ഈ ഉപദേശങ്ങളെല്ലാം മോശമായിരുന്നു എന്നല്ല, യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഉപദേശങ്ങളുടെ പുറത്ത് സർക്കാർ സഞ്ചരിച്ചോ എന്ന സംശയം ഈ കാര്യത്തിൽ ന്യായമല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ട്രൂ നാറ്റ് ടെസ്റ്റ് പ്രഖ്യാപിക്കുന്നു, അത് ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അതിന് സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, എന്നിട്ട് നടന്നോ? അല്ല, കോവിഡ് ബാധിതരെ പ്രത്യേക വിമാനത്തിൽ, ഞാൻ പറയുന്നത് നമുക്ക് സ്പെസിഫിക് ആയി തന്നെ സംസാരിക്കാം. ഈ വിഷയം സംസാരിക്കുമ്പോൾ കേരളം വളരെ മികച്ച രീതിയിൽ കോവിഡ് പ്രതിരോധിച്ചില്ലേ എന്നും അല്ലല്ലോ അതിന് മറുപടി. അത് വേറൊരു കാര്യമാണ്. കേരളം ഒരു സംസ്ഥാനമല്ലേ? കേരളം ഒരു സംസ്ഥാനമല്ലേ? കേരളം ഒരു രാജ്യമല്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിന് മുമ്പാകെ നമ്മൾ ഇത്തരം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കേണ്ടത് ഗവൺമെന്റാണ്. അതിലൊക്കെ കേന്ദ്ര സർക്കാർ, ഇപ്പോ കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് വെച്ചോളൂ, സൗദി അറേബ്യയിലോ കുവൈത്തിലോ അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസികളില്ലേ, അവർക്ക് അവിടുത്തെ ആരോഗ്യ രംഗത്ത് അവരുടെ സംവിധാനങ്ങളില്ലേ? അതല്ലാതെ കേരളം ഇത് പറയുന്നു, ഇവിടുത്തെ ഉപദേശക സമിതി ഇതാണ് പറയുന്നത്, അതുകൊണ്ട് അത് സൗദി ഭരണകൂടം നടപ്പാക്കിക്കൊള്ളുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? പ്രായോഗികമായി ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുവാനുള്ള ആർജവമുള്ളൊരു ഗവൺമെൻറ്റാണിത്. അത് നല്ലത്. പക്ഷേ നിങ്ങളെല്ലാം കൂടെ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 4 മാസക്കാലമായി കേരളത്തിൽ ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചു പറ്റിയ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും താറടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പരിശ്രമം. അങ്ങനെ ഇല്ല ശ്രീ ചിത്തരഞ്ജൻ. പ്രശംസിക്കേണ്ടതിനെ പ്രശംസിക്കും, പ്രശംസിക്കേണ്ടതിനെ പ്രശംസിക്കും, വിമർശിക്കേണ്ടതിനെ വിമർശിക്കും, അത്രേ ഉള്ളൂ. അതിൽ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശംസ മാത്രം വേണമെന്ന് പറയരുത്. പ്രശംസിക്കേണ്ട കാര്യങ്ങളുണ്ടായാൽ പ്രശംസിക്കും, വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടായാൽ വിമർശിക്കും. പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ വരാം. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് ആക്ഷേപം ഞാൻ പറയാം. ഗോപാലകൃഷ്ണന്റെ പാർട്ടി ഏതൊരു കാര്യത്തെ സ്വാഗതം ചെയ്തത്? ശരി, അത് അദ്ദേഹം പറയും. നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമല്ലോ. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഇതിലൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഭരണപക്ഷത്ത് നിന്ന് വരുന്നത്, ഞങ്ങൾ എല്ലാ ആളുകളുടെയും സുരക്ഷയെ കരുതി, അതായത് ഇപ്പോൾ ഒരു വിമാനത്തിൽ 200 പേർ വരികയാണെങ്കിൽ അതിൽ ഒരു 3 കോവിഡ് രോഗികളാണ് ഉള്ളത് എന്ന് കരുതുക. പക്ഷേ അവരും ഇവരും ഇടകലർന്ന് വരികയാണെങ്കിൽ ആ 3 എന്നുള്ളത് ഇവിടെ എത്തുമ്പോഴേക്ക് 30-35 ഒക്കെ ആകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളൊരു സുരക്ഷാ മാനദണ്ഡം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ഇതുവരെ ആർക്കും അതുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര മുടങ്ങിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ഇതിനെ ഒരു വൈകാരിക വിഷയമാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഭരണപക്ഷത്തു നിന്നുള്ള ആക്ഷേപം. ഞാൻ ആദ്യമായിട്ട് ശ്രീ അഭിലാഷ് ഇടപെട്ടുകൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തെപ്പറ്റിയും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞൊരു സംഗതിയെപ്പറ്റിയും ശ്രീ ചിത്തരഞ്ജൻ അവസാനമായിട്ട് പറഞ്ഞ സംഗതിയെപ്പറ്റിയും വിശദീകരിക്കുമ്പോൾ ഈ സംശയങ്ങളൊക്കെ തീരും. അഭിലാഷ് ചോദിച്ചു, എന്താ ചോദിച്ചത്? ഇവിടെ ഈ വിമാനത്തിൽ ഇറങ്ങി വരുന്ന ആളുകൾ ഇവരെ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ വിമാനത്താവളത്തിൽ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ദയനീയ പരാജയമാണ് ഗവൺമെൻറ് സംഭവിച്ചത്. ഗവൺമെൻറ് ഈ അന്താളിപ്പ് മുഴുവൻ വരാനുള്ള കാരണം ടെസ്റ്റിംഗ് ഫെസിലിറ്റി വേണ്ടത്ര ഇല്ലാതാവുകയും ക്വാറൻറ്റൈൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ സൗകര്യങ്ങളില്ലാതെ പോയതുമാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇവർ പറഞ്ഞ ഈ ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഇന്ത്യക്ക് മാതൃക കാണിക്കാൻ പറ്റിയൊരു സംസ്ഥാനമായിരുന്നു കേരളം. അഭിലാഷ് നമ്മുടെ സുഹൃത്ത് ചിത്രയ്ക്കനൊക്കെ പറഞ്ഞു, നിങ്ങളെന്താ ചെയ്തത്? ഇവിടെ ഈ ട്രൂ നാറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ പറ്റി കൂടി ഒരു സംഗതി നോക്കണം. ഈ ട്രൂ നാറ്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു മെഡിക്കൽ എക്സ്പെർട്ട് കൂടിയാണ്. ഞാൻ പറഞ്ഞ തെറ്റുകൊണ്ട് അദ്ദേഹം തിരുത്തുമായിരിക്കും. അത് ഗോവയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു. നേരത്തെ ഇവിടെ ഈ TB ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി, പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അതിൻ്റെ ഒന്നുകൂടിയും റീഡിസൈൻ ചെയ്തിട്ട് അതിനെ ഇതിനു കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഗൈഡ് ലൈൻ അവർ മാറ്റി. ഇത് മാറ്റിയപ്പോൾ എന്തുണ്ടായി? നിങ്ങൾ നോക്കേണ്ട കാര്യം, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിലും മറ്റും നോക്ക്. എന്താണ് ഈ ട്രൂ നാറ്റിൻ്റെ സംഗതിയെപ്പറ്റി ഉള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിലവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മെയിലോ മറ്റോ ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളൂ.
മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇത് വാങ്ങിയിട്ട് അവർ സ്റ്റോക്ക് ചെയ്താൽ ഇപ്പോഴും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വായിച്ചൊരു വാർത്ത, വാർത്ത എന്താ വെച്ചാൽ ഇതിൽ ഈ മെഷീൻ യഥാർത്ഥത്തിൽ ഇവർ ആന്ധ്രാപ്രദേശിൽ ഇവർ 300 ചില്ലാനും മറ്റേ മെഷീനാണ് ഒരു സ്ഥലത്ത് പറഞ്ഞത്. ആ മെഷീൻ ഇവർ വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ 5 ലക്ഷം ആളുകൾക്ക് ഇവിടെ അവരുടെ നാട്ടിലുള്ള ആൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ്. അതിൻ്റെ ഒരു കണക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് ഒരു സമയത്ത് ഏതാണ്ട് 40 സാമ്പിൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. 7 മണിക്കൂർ എടുക്കും. അങ്ങനെ ഇവരെടുത്തതിൻ്റെ ഫലമായിട്ട് ഇത്രയും ആളുകൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. പല സംസ്ഥാനങ്ങളും ചെയ്തു. കേരളം ചെയ്തോ? കേരളത്തിൻ്റെ കണക്ക് ഇതിലൊന്നും വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ട്രൂനാറ്റ് പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള സംവിധാനങ്ങളുടെ കണക്ക് നെറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർ ചെയ്തിട്ടില്ല. ടെസ്റ്റിംഗ് ഫെസിലിറ്റിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മോശമായി നിന്നു. ഫസൽ ഗഫൂർ സാഹിബ് ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഈ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ പ്രശ്നം, കോവിഡ് ലോകതലത്തിൽ വന്നൊരു സംഗതിയല്ലേ. ഒരു രാജ്യത്തോട് നിങ്ങൾ പറയാണ് എന്ത്, ഞങ്ങൾ കേരളീയരെ ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ട്രൂനാറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ലോകത്തിൽ ഏതെല്ലാം ഭാഗത്ത് ആളുകളുണ്ട്, ഈ UAE-യിലും സൗദിയിലൊക്കെ ലോകത്തിൻ്റെ ക്രോസ് സെക്ഷനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവരെല്ലാം ആൾക്കാരെ കൊണ്ടുപോയി അതുപ്രകാരം അവർ കാര്യങ്ങൾ ചെയ്തു. ഈ ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞോ ഞങ്ങളുടെ രാജ്യത്ത് ഇന്ന ടെസ്റ്റാണുള്ളത്, അത് നിങ്ങൾ ചെയ്തിട്ടേ ഞങ്ങളെ ആളുകളെ കൊണ്ടുപോകുന്ന അവർ പറഞ്ഞോ? ഇവർ മാത്രമാണ് പറഞ്ഞത് അവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു സംഗതി ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് കൊണ്ടേ ഞങ്ങൾ കയറാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞ വിഡ്ഢിത്തം ലോകത്ത് പറഞ്ഞ ഏക സംസ്ഥാനമാണ് ഈ കേരളം. ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട സംഗതിയാണ്. അതുപോലെ നമ്മൾ കാണേണ്ട മറ്റൊരു സംഗതി, ഒരു മിനിറ്റ്, ശ്രീ ചിത്രയ്ക്കൻ ഇവിടെ പറഞ്ഞു അത്ഭുതം അവർ ചെയ്തത്ര 4 മാസം കൊണ്ട്. നിങ്ങൾ തെറ്റ് പറയുന്നു. ഇവിടെയാണ് നിങ്ങളുടെ പൊങ്ങച്ചം. കേരളത്തിൻ്റെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മാതൃകയാണ്. പിണറായി വിജയൻ വരുന്നതിന് മുമ്പും നമ്മുടെ ടീച്ചർ അവർകൾ വരുന്നതിന് മുമ്പും ഒക്കെ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എടുത്തു നോക്കുകയാണെങ്കിലും, പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും, ചൈൽഡ് ഹെൽത്തിൻ്റെ കാര്യം എല്ലാം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ 1 പൊസിഷനിലേക്ക് നിന്ന ഒരു രാജ്യമാണ്. ഇവിടെ നിങ്ങൾ അങ്ങ് അധികാരത്തിൽ വന്നു, അല്ലെ പിണറായി വിജയൻ വന്നു, ടീച്ചർ വന്നു, അതോടുകൂടി രാജ്യമാകെ മാറി എന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ചിത്രരഞ്ജൻ്റെ അവകാശവാദം പൊള്ളയാണ്. നിങ്ങൾ അങ്ങനെ അത്ഭുതമൊന്നും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കേരളത്തിൽ പരമ്പരാഗതമായി വന്നത് ഇവിടുത്തെ PHC ഡോക്ടർക്ക് അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടുത്തെ PHC പോലും നല്ല സൗകര്യങ്ങളുള്ളതാണ്. എത്ര മെഡിക്കൽ കോളേജുകൾ ഇവിടെയുണ്ട്, എത്ര സൗകര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന പാർട്ടിയാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന UDF ഉൾക്കൊള്ളുന്ന മുന്നണി. അത് വേറെ കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞ LDF UDF മാത്രമല്ല, എല്ലാവരുടെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഹെൽത്ത് രംഗത്ത് വികാസം പ്രാപിച്ച ഒരു ലോക മാതൃകയുണ്ട്. അതിൻ്റെ അവകാശവാദം മൊത്തത്തിൽ ഏറ്റെടുക്കാമെന്ന് ചിത്രയ്ക്കനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ഫ്ലോപ്പായിട്ടൊരു ആർഗ്യുമെൻ്റാണ്. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ B. ഗോപാലകൃഷ്ണൻ, കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഈ സിവിൽ ഏവിയേഷൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടെ ചാർട്ടേഡ് വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ NOC കൊടുക്കേണ്ടത് സംസ്ഥാനമാണ്. സംസ്ഥാനത്തിൻ്റെ NOC എന്നുള്ളത് അതിലൊരു ഘടകമാണ്. എന്നുള്ളതിനപ്പുറത്ത് മറ്റ് നിബന്ധനകളൊക്കെ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു അന്താരാഷ്ട്ര വിമാനയാത്രയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ ഈ രോഗബാധ സംബന്ധിച്ച് ആശങ്ക കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. അത് ആ ഗൗരവത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കാതിരുന്നത്? കേന്ദ്ര സർക്കാരിന് അങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തോട് മാത്രമായിട്ടൊരു പരിഗണന കാഴ്ചവെക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇത്തരം ഒരു നിബന്ധനകളും വെച്ചിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തുടക്കം മുതൽ തന്നെ എടുത്ത തീരുമാനം പ്രവാസികളെ കൊണ്ടുവരാൻ തീരുമാനിക്കാം. എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോമാണ്, ഒരേ കാഴ്ചപ്പാടാണ്. ഈ സർക്കാരും ആ കാഴ്ചപ്പാടായിരുന്നില്ലേ? കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു. എന്തായിരുന്നു തീരുമാനം? വിദേശികളായിട്ടുള്ള, ആ സമയത്ത് കോവിഡ് ഇത്ര പരന്നിട്ടില്ല, വിദേശികളായിട്ടുള്ള പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്ന് വരുന്ന ആളുകൾ, അവിടെ വലിയ കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായതാണ്. അതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് വരുന്ന സമയത്ത് ടെസ്റ്റ് നടത്തി നമുക്ക് കൊണ്ടുവന്നാൽ മതി എന്നൊരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരുന്നതാണല്ലോ. അതിനെ മറികടക്കാൻ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതാരാ? ഇന്ത്യയിൽ അതിനെ മറികടക്കാൻ തീരുമാനം കൊണ്ടുവന്നതും അന്ന് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും പ്രവാസികളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികളെ കൊണ്ടുവരുന്നില്ല എന്ന ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയവരല്ലേ ഇവർ.
അതിനുശേഷമല്ലേ കാര്യങ്ങൾ മാറിയത്. അന്ന് പ്രവാസികളുടെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പ്രവാസികളെ കൊണ്ടുവരില്ല കേന്ദ്ര ഗവൺമെൻറ് എന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ എത്ര പ്രവാസികളെ വേണമെങ്കിലും കൊണ്ടുവരാൻ ലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാം എയർ ഇന്ത്യയുടെ ഒക്കെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന്. ഇപ്പം 4 ലക്ഷം ഇപ്പം തന്നെ UAE തന്നെ 3 ലക്ഷം മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 3 ലക്ഷം പ്രവാസികളെ കൊണ്ടുവരണമെങ്കിൽ എത്ര ഫ്ലൈറ്റ് വേണ്ടി വരും? എയർ ഇന്ത്യക്ക് അതിനുള്ള കഴിവുണ്ടോ? എയർ ഇന്ത്യക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ചാർട്ടർഡ് വിമാനം തീരുമാനിച്ചത്. ആ ചാർട്ടർഡ് വിമാനത്തിന് അനുമതി കൊടുത്തത്. അവിടെയാണല്ലോ പ്രശ്നമുണ്ടായത്. 24 വിമാനം വരണം, 12 എണ്ണം വന്നാൽ മതി, 24 എണ്ണം വരണ്ട, 36 എണ്ണം വരണ്ട എന്ന തർക്കമുണ്ടാക്കിയതാരാ? ഈ ഗവൺമെൻറ് അല്ലേ? അപ്പോഴല്ലേ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ഈ ഗവൺമെൻറ് എന്താ പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ചാണ് കേന്ദ്രം ചെയ്യുക. അതതിൻ്റെ സിസ്റ്റമാണ്. അപ്പോഴാണ് ഓരോരോ തടസ്സവാദങ്ങൾ കൊണ്ടുവന്നത്. ആ തടസ്സവാദങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? പ്രവാസികളോട് ഇത്ര താല്പര്യമുണ്ടെങ്കിൽ തടസ്സവാദങ്ങൾ കൊണ്ടുവരേണ്ട എന്താവശ്യം? എന്നാൽ ഇനി എനിക്ക് ഞാൻ ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് വിദഗ്ധ സമിതിയിലുള്ള ആളുകൾ, വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കേരള ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി ഈ വിഷയത്തിൽ ആ വിദഗ്ധ സമിതിക്ക് പ്രത്യേക അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ആ വിദഗ്ധ സമിതിയിലെ ഒരാൾ ഫസൽ ഗഫൂർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ് ഇത്തരം ഫുളിഷായിട്ടുള്ള ചില തീരുമാനങ്ങൾ, നേരത്തെ മിസ്റ്റർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിനെ കുഴപ്പത്തിലാക്കാനുള്ള ചില അഭിപ്രായം വരുമ്പോൾ ഈ വിദഗ്ധ സമിതിയോട് ഗവൺമെൻറ് അഭിപ്രായം ചോദിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഈ ഫൂളിഷ് അഭിപ്രായം പറയുമ്പോൾ അത് ഫൂളിഷാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ സർക്കാരിനില്ലേ? നേരത്തെ ചിത്തരഞ്ജൻ പറഞ്ഞു UNOയിൽ ശരിയാണ് ചിത്തരഞ്ജൻ, അത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ്. കാരണം WHO ചെയർമാൻ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ടീച്ചർ അവിടെ പോയിട്ട് വെബ് സെമിനാറിൽ പങ്കെടുത്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് അഭിമാനമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനം മറുനാടൻ മലയാളിയെ കൊണ്ടുവരാൻ എന്ത് ചെയ്തു, പ്രവാസികളെ കൊണ്ടുവരാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ സാധനം കൊണ്ടുവരികയാണ്. അതെന്തിന്? നിങ്ങൾക്ക് നേരത്തെ തന്നെ PPE കിറ്റ് വെച്ച് വരാം എന്ന് നേരത്തെ പറയാമായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ദുലേഖ വേണമെന്ന് പറയുക, അവസാനം പറ്റാതാവുമ്പോൾ തോഴി മതി എന്ന് പറഞ്ഞ് സായുജ്യമടയുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പാപ്പരത്വമാണ്, പരാജയമാണ്. അതൊക്കെ അംഗീകരിക്കണം. എന്നിട്ട് പ്രവാസിയോട് പറയാം അതൊരു തെറ്റായി. ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം, ഒരു മിനിറ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ നിർത്താം. ചിത്തരഞ്ജ, നമ്മുടെ നാട്ടിലെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്, ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഭാഗമാണ്. എന്തേ ഈ ഗവൺമെൻറ് ഒരു ചാർട്ടർഡ് ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്തില്ല? എന്തേ ഈ ഗവൺമെൻറ് ഇവിടെ ഒരു വലിയ പ്രവാസി ലോക സംഘടനയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തേ ചെയ്തില്ല? അപ്പോൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ. അത് പറയുമ്പം വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ, അഭിലാഷായിട്ട് നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട. ഈ ഇടത് സർക്കാരിന്റെ മാനസപുത്രൻ അഭിലാഷ്, വെറുതെ തർക്കിച്ച സമയം കളയണ്ട. അത് ശരി. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അത് മനസ്സിലാവും ശ്രീ ഗോപാലകൃഷ്ണൻ ആരുടെ എങ്ങനെയാണ് എന്നൊക്കെ. അത് പോട്ടെ, ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ദിവസം മുതലാണ് ഇവിടുത്തെ എയർപോർട്ടുകളിൽ സർക്കാർ പരിശോധന നിർബന്ധമാക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. അവിടെയല്ല, ഇവിടെയാണ് പരിശോധന നടത്തുക. ഇവിടെ ആൻറ്റിജൻ പരിശോധന ഡൽഹിയിലും മറ്റുമൊക്കെ നടത്തിയതായി നമ്മൾ വാർത്തകൾ കണ്ടു. പക്ഷേ ഇവിടെ ആൻറ്റിബോഡി ടെസ്റ്റാണ് നടത്തുന്നത്. ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തിയിട്ടാണ് അബുദാബിയിൽ നിന്നും അതുപോലെ തന്നെ ദുബായിൽ നിന്നുമൊക്കെ ഇങ്ങോട്ട് വിമാനം കയറുന്നത്. പക്ഷേ ഇങ്ങോട്ട് വിമാനം കയറിയ ആളുകൾക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ്, നമ്മളിപ്പോൾ ഒരു അഭിമാനത്തിൻ്റെ പേരിൽ ടെസ്റ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ടെസ്റ്റ് നടത്തിക്കളയാം എന്നുള്ളതിനപ്പുറത്തുള്ള പ്രസക്തി ഉണ്ടോ? ഞാൻ ആദ്യം അഭിലാഷനും ശ്രീ ഗോപാലകൃഷ്ണനും 2-3 കാര്യങ്ങൾ മറുപടി പറയാം. ആദ്യം തന്നെ ഇപ്പോഴത്തെ വിദഗ്ധ സമിതി വേറെയാണ്, അത് ആരോഗ്യ വിദഗ്ധ സമിതിയാണ്. മറ്റത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാൻ ലോക്ക്ഡൗണും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കമ്മിറ്റിയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോഴത്തേലില്ല. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, ചാർട്ടർ ഫ്ലൈറ്റിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നൊക്കെ ചോദിച്ചല്ലോ, ഞാൻ അതിന് മറുപടി പറഞ്ഞുതരാം. അതായത് ഇറാഖ് യുദ്ധകാലത്ത് VP സിംഗ് ഗവൺമെൻറ് ഇന്ദർകുമാർ ഗുജ്റാളിനെ പറഞ്ഞു വിട്ടു ഇറാഖിലോട്ട്. സദ്ദാം ഹുസൈൻ്റെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് അമ്മാൻ ജോർദാനിൽ നിന്ന് 4500 കിലോമീറ്റർ, ഇതിൻ്റെ ഇരട്ടിയാണ്, ദുബായിയുടെ ഇരട്ടി കിലോമീറ്ററിൽ 500 ഫ്ലൈറ്റിൽ 1,50,000 പേരെ ഇവിടെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ.
VP സിംഗ് ഗവൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു കഷ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പോലും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഇതും കൂടെ നമ്മൾ കൂട്ടിക്കുഴക്കരുത്. പിന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യത്തെ കുട്ടിയുടെ ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എടുത്തു നോക്കിയതാണ്. വിമാനത്തിൽ ഇതുണ്ടാവുന്നത്, ഇത് നടക്കുന്നുണ്ട്, ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ശരാശരി നിരക്ക് നിങ്ങൾ നോക്കുക. ഇന്ന് അവിടുത്തെ ശരാശരി നിരക്ക് 1 കോടി ജനങ്ങളുള്ള ദുബായിൽ 70,000 75,000 പേര് ഫ്ലൈറ്റിൽ നിങ്ങൾ പറഞ്ഞ പെർസെൻറ്റേജ് അതിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ ഇരിക്കുന്നുണ്ട്, മകനും ചെറിയ പേരക്കുട്ടികളുണ്ട്, ഞാൻ ആ ഫ്ലൈറ്റിൽ കയറരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് സാങ്കേതികമായി ശരിയോ നടപ്പാക്കാൻ പറ്റിയത് ശരിയോ ഒക്കെ വേറെ വിഷയം. പക്ഷേ കോവിഡ് പാസഞ്ചറേയും നോൺ കോവിഡ് പാസഞ്ചറേയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത്, അതിന് വേറെ ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രായോഗിക വിഷയം വേറെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർക്ക് പോസിറ്റീവ് ആവുന്ന കേസ് ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നവരെ എത്രയോ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിൽക്കുന്നത് അതിൻ്റെ കണക്കുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെക്കാട്ടും മുമ്പ് എൻ്റെ അതിൻ്റെ കറക്റ്റ് കണക്കുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്താ തെറ്റെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ UAE ഗവൺമെൻറ് കറക്റ്റ് കണക്ക് വിടൂല, പുറത്തോട്ട് വിടൂല. അപ്പോൾ അത് അവിടെ അന്വേഷിച്ചാൽ അതിൻ്റെ കറക്റ്റ് കണക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഫ്ലൈറ്റിൽ അതിപ്പോൾ ആരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ, LDFൻ്റെ UDFൻ്റെ മിസ്റ്റേക്ക് അല്ല. പിന്നെ ആൻറ്റിബോഡി ടെസ്റ്റിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതായത് അഭിലാഷ് ചോദിച്ചത് മാനസപുത്രൻ, ഇടതുപക്ഷത്തിൻ്റെ മാനസപുത്രൻ മാനസമൈനേ വരൂ നിൽക്കട്ടെ അവിടെ. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാം. അത് ആൻറ്റിജൻ ടെസ്റ്റാണ് കറക്റ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ ഇതൊക്കെ വെറും സ്പെക്കുലേഷനാണ്. എന്താ കാരണം എന്നറിയോ? കോവിഡ് പുതിയതായിട്ട് വന്നിട്ടുള്ള രോഗമാണ്. ആർക്കും അറിയില്ല ആന്റിജൻ ടെസ്റ്റ് ആണ് ശരി, ആന്റിബോഡി ICMR പോലും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ചിലതൊക്കെ വായിക്കുന്നു, പഠിക്കുന്നു, അത് പറയുന്നു. അതൊക്കെ ഇത് പുതിയ രോഗമാണ് ഡോക്ടർ, അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് അറിയാവുന്ന കൺട്രോൾ ട്രയൽസ് അവൈലബിൾ അല്ല. അതൊക്കെ സംഭവിച്ചു. പക്ഷെ നമുക്കറിയാവുന്ന ചില ബേസിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ രോഗം, അത് ഏത് രോഗവും ആവട്ടെ, അത് നമ്മളെ ബാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാകാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അതൊരു 6-7 ദിവസം എടുക്കും. ഇപ്പോൾ രോഗബാധയുടെ 3-ാം ദിവസത്തിലുള്ള ഒരാളുടെ ശരീരത്തിൽ പരിശോധന നടത്തിയാൽ അയാൾക്ക് ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ടാവില്ല. ആൻറ്റിബോഡി ടെസ്റ്റിൽ അയാൾക്ക് രോഗബാധ പോസിറ്റീവ് ആവില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതെ, ഇപ്പം അന്നുണ്ടായിരുന്ന ടെസ്റ്റുകൾ ആൻറ്റിബോഡി ടെസ്റ്റുകളുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് 2 ദിവസമായിട്ട് പുതിയതായിട്ടുള്ളത് വന്നിരിക്കുന്ന ICMR ഒക്കെ വന്നിരിക്കുന്ന ആൻറ്റിജൻ ടെസ്റ്റുകളാണ് ഭേദം. ഇതിങ്ങനെ മാറി മറിച്ച് ICMR ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്കും അഡ്വൈസ് ICMR അല്ല. ICMR മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ക്വാറന്റീൻ മാറ്റുന്നു. ആദ്യം പറയുന്നു 14 ദിവസം, ആദ്യം പറയുന്നു മാസ്ക് ഇടണം, പിന്നെ പറയുന്നു മാസ്ക് വേണ്ട, പിന്നെ പറയുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, പിന്നെ പറയുന്നു 7 ദിവസം മതി ഹോം ക്വാറന്റൈൻ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ICMR ആണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ബോഡി. ആ ബോഡി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് BJPയുടെ ആയാലും LDFൻ്റെ UDFൻ്റെ ആയാലും അവർ കുഴപ്പത്തിലാവുമെന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ശരി, ഓക്കെ, ഫൈൻ. ഇനി ശ്രീ PP ചിത്തരഞ്ജൻ, ഇക്കാര്യത്തിൽ ഇനി സർക്കാരിനൊരു ദുരഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തരാം ഒരു സെക്കൻഡ്. അല്ല, ഇത് ഇദ്ദേഹത്തിന്റെ മറുപടി കൂടി പറഞ്ഞിട്ട് താങ്കൾക്ക് ഞാൻ അവസരം തരാം. ഇവിടെ ഇപ്പോൾ സർക്കാരിന് ദുരഭിമാനത്തിന്റെ കാര്യമുണ്ട്. ഇവിടെ ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അവിടെ ഇപ്പോൾ ജോലി പോയ, അവിടെ ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. പക്ഷെ ജോലി പോയ, ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അങ്ങനെ ചില ആളുകളുണ്ട്. അവർക്കാണ് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ആളുകൾ. അതാണ് അതിനകത്തൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി. സർക്കാർ ഇപ്പോൾ ശരിയായ ഒരു തീരുമാനത്തിൽ എത്തി. നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ തരത്തിൽ PPE കിറ്റുകൾ ഇട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു എതിർപ്പും ഇല്ലാതെ സ്വീകരിക്കപ്പെട്ടനെ. എന്തായാലും അക്കാര്യത്തിൽ അനവധാനത ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇനി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വാശി പിടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി വരുമോ അങ്ങനെ? അതല്ല, എനിക്കൊരല്പം സമയം നിങ്ങൾ നൽകണം. കാരണം എല്ലാവർക്കും കൂടെ ഞാൻ മാത്രമേ ഉള്ളല്ലോ. ഞാനൊരു കാര്യം ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ഫസൽ ഗഫൂർ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ ICMRന്റെ നിർദ്ദേശത്തിന് വിധേയമായിട്ടാണല്ലോ. അതേകൊണ്ട് എന്നാലും ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ഒരു കക്ഷിയാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കാരണം മറ്റേ നമ്മുടെ ഗോപാലകൃഷ്ണൻ നോക്കിയിരിക്കുകയാണ്, അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് ഇടക്കിടക്ക്. അപ്പോൾ ICMRന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ രാജ്യത്ത് ഈ പ്രവർത്തനങ്ങൾ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളാരും മൂടി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയുള്ള നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഏറ്റവും കൂടുതൽ വ്യാപനമുണ്ടാകുന്നത് വിമാനയാത്രയിലൂടെയാണ് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും ആരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാരാകെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനത്തെ ഒരു ജനസമൂഹത്തിനെതിരായി ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നതിനെയാണ് ഞാൻ എതിർക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1114 വിമാനമാണ്
നമുക്ക് ഈ വരുന്ന ദിവസക്കാലത്തിനുള്ളിൽ ഈ കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ നിരന്തരമായ ഇടപെടേണ്ട പലവികൾ 335 ചാർട്ടേഡ് വിമാനവും 208 വന്ദേ ഭാരത് മിഷനുമായി ബന്ധപ്പെട്ടതടക്കം ഇവിടെ വരുന്ന വിമാനങ്ങൾ അതൊരു ഭാഗത്ത്. അത് കഴിഞ്ഞാൽ 154 സമ്മതപത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ 1114 വിമാനങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ചോദിച്ചല്ലോ. ആരാധനായിട്ടുള്ള ശ്രീ ഇ.ടി. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിനെല്ലാം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഗവൺമെൻറ് തികച്ച പരാജയമായിരുന്നു എന്നെല്ലാം സ്ഥാപിക്കുമ്പോൾ ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ പറഞ്ഞു 24 ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് 12 മതിയെന്ന് പറഞ്ഞു. ആ 12 തരാമെന്ന് പറഞ്ഞിട്ട് 12 മതിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് എത്ര ദിവസക്കാലം കഴിഞ്ഞിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ പോലും തയ്യാറായിട്ടുള്ളത്? നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ഏറ്റുമുട്ടലല്ല കേരളം പോയിട്ടുള്ളത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദ്ദേഹം ശ്രീ ഇ.ടി. പറഞ്ഞു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ശരിയാണ്. 957 മുതൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയിലെല്ലാം കേരളം തുടങ്ങി വെച്ചിട്ടുള്ള മാതൃകകളുണ്ട്. പക്ഷേ ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ രാജ്യമാകെ ലോകമാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മുല്ലപ്പള്ളി പറയുന്നത് പോലെ ആരാധനായി ഇ.ടി. പറയരുത്. മുല്ലപ്പള്ളിയുടെ ഭാഷ ദയവ് ചെയ്ത് എടുക്കരുത്. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഈ ഈ കേരള സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ മുഴുവൻ മനസ്സ് തകർക്കുന്ന നിലയിൽ, അവരുടെ ആത്മവീര്യത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള എത്ര നീക്കങ്ങളാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞില്ലേ? പ്രവാസികളുടെ കാര്യം സംസാരിച്ച് അവസാനിപ്പിക്കാം. വിഷയമല്ല, ഞാൻ ചോദിച്ചോട്ടെ. ഞാനല്ല, ഇത് പ്രവാസിയുടെ കാര്യം മാത്രമല്ല. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല, പഴയതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ്. ആണോ? എന്തായിരുന്നു UDF-ന്റെ കാലത്ത് ആരോഗ്യ മേഖലയുടെ അവസ്ഥ? സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമല്ലായിരുന്നു. ആരോഗ്യ മേഖലയിൽ എവിടെയാണ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഈ കാണുന്ന നിലയിലേക്ക് നമുക്ക് പൊതുജനാരോഗ്യ മേഖല എങ്ങനെ വളർന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദിവസം ചർച്ച വെക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞു, താങ്കൾ അതിന് മറുപടി പറഞ്ഞല്ലോ. ആരോഗ്യ മേഖല തന്നെ ഉണ്ടായതാണ്, ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയും. ശരി, അല്ല മറുപടി പറഞ്ഞല്ലോ. നടത്തുന്ന മുഖ്യമന്ത്രിക്ക് വട്ടാണെന്നല്ലേ പറഞ്ഞത്? ശരി, വട്ടത്ത് തെളിഞ്ഞില്ലേ? ശരി, സമ്മതിച്ചു. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ശരി, സമ്മതിച്ചു. കണ്ടതല്ലേ? ഒരു നയാ പൈസ പോലും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും കൊടുക്കേണ്ടെന്ന് പറഞ്ഞവരല്ലേ പ്രതിപക്ഷം? നമ്മൾ കണ്ടതല്ലേ? അമേരിക്ക പരീക്ഷിക്കുന്ന രീതിയാണ് ഇവിടെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ പ്രതിപക്ഷ? ശരി, അതൊക്കെ നമ്മൾ അതല്ലേ ബഹുമാനപ്പെട്ട ശ്രീ M.K. മുനീർ പറഞ്ഞത്? ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയ വിഷയങ്ങളാണ്. ശരി, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് പോയ വിഷയങ്ങളല്ലേ? അതിൽ ഇനിയിപ്പോ ഒരു തർക്കം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ, നമ്മളൊരു തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം കേട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. താങ്കൾ സമയമെടുത്ത് മറുപടി പറഞ്ഞല്ലോ. ശ്രീ നൗഫൽ പാലക്കാടൻ, ശ്രീ നൗഫൽ പാലക്കാടൻ, ഈ സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ, ഞാൻ അങ്ങനെയൊക്കെ വരാം ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഒരു 1,00,000-അടുത്തേക്ക് നമ്മുടെ ആളുകളുടെ എണ്ണം, ഇവിടേക്ക് എത്തിയ ആളുകളുടെ എണ്ണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി ഉണ്ട്. ഇനി അടിയന്തരമായി വരാൻ എത്ര പേരുണ്ടാകുമെന്നാണ് താങ്കൾ കണക്കാക്കുന്നത്? ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയി ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഫ്ലൈറ്റ് സർവീസ് ആവശ്യം വരുമോ? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം, കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷയാണ് ലക്ഷ്യമെങ്കിൽ എന്താണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിന് ഒരു തടസ്സവുമില്ലാതെ ആളുകൾ അവിടെ എത്തിച്ചേരുന്നത്? അതല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം വരുന്ന കൊറോണക്ക് വേറെ വല്ല പ്രത്യേകതയുണ്ടോ? അറബി കൊറോണ അങ്ങനെ വല്ല പേരിലും പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്രകാരം തന്നെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാർ, താങ്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ബഡായി ആദ്യം തുടങ്ങിയത് കേന്ദ്ര സർക്കാരാണ്. അറബ് മാനത്ത് യുദ്ധവിമാനങ്ങൾ പറക്കും, ഇവാക്വേഷൻ നടപടികൾക്ക് അറബ് തീരത്ത് യുദ്ധക്കപ്പലുകൾ നങ്കൂരമിടുമെന്നൊക്കെ വാർത്ത എഴുതി തള്ളിയത് ആദ്യം ഡൽഹിയിൽ നിന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ പ്രധാന പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 10-20 ഫ്ലൈറ്റുകൾ പോയാൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ഓടി തുടങ്ങിയാൽ ആളുകൾക്ക് സമാധാനമാവും, റിലാക്സ് ആവും. ഞങ്ങൾക്ക് നാടെയാണ് അണയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരമായി. അതിനിടയിൽ യാത്ര പോകാൻ കഴിയില്ല, ഞങ്ങൾ മരണപ്പെട്ട് ഇവിടെ ഞങ്ങൾ ബോഡി ഇവിടെ അടക്കേണ്ടി വരുമോ, ഇവിടെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാനാവാതെ കുടുങ്ങുമോ എന്നുള്ള ആദിയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ ആദിയിൽ നിന്ന് ഒരുപാട് മാനസിക സംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ ആളുകൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം 85 മലയാളികളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതിനേക്കാളേറെ
കോവിഡ് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കോവിഡ് ബാധിക്കാത്ത കാർഡിയക് അറസ്റ്റ് രേഖപ്പെടുത്തിയ 100ഓളം മലയാളികൾ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ കാർഡിയക് അറസ്റ്റിന്റെ പ്രധാന കാരണം ഈ മാനസിക സംഘർഷമാണ് എന്നുള്ളത് നമ്മുടെ പാനലിലെ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാവുന്നതിന് കാരണം ഇത്തരം അപ്രായോഗികമായ നടപടികൾ സ്വീകരിച്ച് യാത്ര സാധ്യമല്ല എന്നുള്ളത് മൊത്തം മലയാളികളുടെ ഇടയിലും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി. ഈ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ദുബായ് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം പോലെയോ ഇവിടെ പാവപ്പെട്ട ആളുകളാണ്, പൊതുവെ വിദ്യാഭ്യാസ ലെവലിൽ വളരെ കുറഞ്ഞ ആളുകളാണ്. അവർക്ക് എപ്പോഴും ആദ്യമാണ്, പ്രശ്നങ്ങളാണ്, ടെൻഷനാണ്. അപ്പൊ ഈ രാജ്യത്ത് മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുകയും ദുബായ് മാത്രം കണ്ട് ദുബായിലെ നിയമങ്ങളാണ് സൗദി അറേബ്യയിൽ എന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ട് പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതാണ് ഇതിന്റെ പ്രധാന കാരണം. ട്രൂനാറ്റ് 3.5 കോടി ജനങ്ങളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അതേ സമാന പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ ഇതുവരെ നടന്ന 2 ലക്ഷത്തിൽ താഴെ ടെസ്റ്റുകൾ. എന്നാൽ സൗദി അറേബ്യയിൽ നടന്നിട്ട് 12,79,090 ടെസ്റ്റുകളാണ് ഇന്ന് വരെ നടന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഭയങ്കര സംഗതിയായിട്ട് പറഞ്ഞല്ലോ, 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പോയ സ്റ്റുഡൻസിന്റെ ടെസ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവരാരെങ്കിലും PCR ടെസ്റ്റിന് വിധേയനായിട്ടുണ്ടോ? സാമൂഹ്യ വ്യാപനം നടന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് പോയ ആളുകൾക്ക് നമുക്ക് സാമൂഹ്യ വ്യാപനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഷിബി ഗോപാലകൃഷ്ണൻ, ഈ ചർച്ച കാണുന്ന ആളുകളുണ്ടല്ലോ, അവരിന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിനിടെ ഒരു വെളിപാടുണ്ടായി പെട്ടെന്ന് TV വെച്ച് ചർച്ച കാണുന്ന ആളുകളല്ല, ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോൾ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത്. എന്തോ കാര്യം പറയാൻ താങ്കൾക്കുണ്ടായിരുന്നു, അത് പറഞ്ഞോളൂ. അത് സാധാരണ എപ്പോഴും പ്രത്യേകിച്ച് ഫസൽ ഗഫൂർ ഏത് ചർച്ചയിലും, ഫസൽ ഗഫൂർ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതിനിധികൾ പറയുന്ന ഒരു ഡയലോഗാണ്, ഈ കുവൈറ്റ് വാറിൻ്റെ സമയത്ത് അവിടെ നിന്ന് പ്രവാസികളെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു. നോക്കൂ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുവൈറ്റ് വാർ നടക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ് ആളുകളെ കൊണ്ടുവരുന്നത്, അല്ലാതെ ലോകം മുഴുവനും ഉള്ള ആളുകളെ കൊണ്ടുവരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും പറയുന്നതാണ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു. നോക്കൂ, അത് തെറ്റാണ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ ആളാണ്. അന്ന് പാസ്പോർട്ടിൽ അടിച്ചു കൊടുത്തു, അവിടെ നിങ്ങൾ കൊണ്ടുവന്നത് ഫ്രീ ആണ്, ശരിയാണ്. പക്ഷേ പാസ്പോർട്ടിൽ അടിച്ചു കൊടുത്തു, തിരിച്ചു പോകണമെങ്കിൽ പണം കൊടുക്കണം. അങ്ങനെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു പോയവരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ മേടിച്ചു. അതിനുശേഷം പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്ന് പാർലമെൻ്റ് എടുത്ത തീരുമാനത്തിന് ശേഷമാണ് പൈസ റദ്ദാക്കിയത്. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൊണ്ടുവന്നതിന് ശേഷം പാസ്പോർട്ടിൽ അടിച്ചു കൊടുത്തു, പാസ്പോർട്ടിൽ തിരിച്ചു പോയവരുടെ എല്ലാം പൈസ മേടിച്ചു. ശരി, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെപ്പാ, ഞാൻ പറഞ്ഞു തരട്ടെ. അത് പൈസ റദ്ദാക്കിയത് എപ്പോ? പൈസ റദ്ദാക്കിയത് 2 വർഷം കഴിഞ്ഞപ്പോൾ. ആ 2 വർഷത്തിന് മുമ്പ് തിരിച്ചു പോയവരുടെ എല്ലാം പൈസ മേടിച്ചു. അങ്ങനെ തിരിച്ചുപോയ ഏതാണ്ട് ഒരു 10-100 ആളുകളുമായി ഞാൻ സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായത് ഫസൽ ഗഫൂർ ഞാൻ പറയാൻ കാരണം. അത് പാർലമെന്റിൽ വന്നതിന് ശേഷമാണ് ആ തീരുമാനം എടുക്കുന്നത്. ശരി. പിന്നെ നേരത്തെ അറബ് രാജ്യത്തുനിന്ന് കപ്പൽ കൊണ്ടുവരാമെന്നും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മാലി ദ്വീപിൽ നിന്ന് കൊണ്ടുവരാന്നാ പറഞ്ഞത്, അത് കൊണ്ടുവന്നു. എന്താണോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അല്ല, നമ്മൾ ഇനിയിപ്പോൾ അത് എന്തായാലും കഴിഞ്ഞല്ലോ. ടി മുഹമ്മദ് ബഷീർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണെന്ന് 150 കടന്നു എന്ന് മാത്രമല്ല, സമൂഹ വ്യാപനം ഉണ്ടോ എന്ന് ന്യായമായി സംശയിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക്, ഈ മൊബൈൽ ഫോൺ ഷോപ്പിലുള്ള ആളുകൾക്ക്, ഓട്ടോ ഡ്രൈവർക്കൊക്കെ എവിടെ നിന്നെന്നറിയാതെ കോവിഡ് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറെ കൂടിയൊക്കെ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ്. അതിൽ രാഷ്ട്രീയ കക്ഷികളും മുൻകൈ എടുക്കേണ്ടേ? നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇനി കൂടുതൽ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് ഇവിടെ നമുക്ക് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കണ്ടേ? ആ പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ലൂസാക്കാൻ പാടില്ല, ഗൗരവമായിട്ട് കാണണം. സാമൂഹ്യ വ്യാപനം വരുന്നതിനെ തടയാൻ പറ്റുന്ന വിധത്തിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കണിശമായിട്ട് നിൽക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം അതിന് അനുയായികളോടും ജനങ്ങളോടും ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനൊക്കെ ബാധ്യസ്ഥമാണ്. കാരണം നമ്മുടെ ലക്ഷ്യമാണ്, ആ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് ഏത് ഗവൺമെൻറ് ആയാലും ആ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും പാലിക്കണം. അക്കാര്യം ലൂസാകാൻ വിടാൻ പാടില്ല. ഗൗരവമായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ ദിവസമില്ല. ഞങ്ങളെല്ലാം ഗവൺമെൻറ് വിമർശിക്കുക, അതൊക്കെ വേറെ കാര്യങ്ങൾ. വിമർശിക്കേണ്ടത് വിമർശിക്കുക, അല്ലാത്തതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷേ ഈ കാര്യം വളരെ പ്രസക്തമാണ്. അഭിലാഷ് അവസാനം ചോദിച്ചത്, ഇത് വ്യാപനം തടയുന്നതിന് വേണ്ടി പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ചെയ്യാൻ ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അതെല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും ആ ഉപദേശം സ്വീകാര്യവുമായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ആശ്വാസകരമായി പര്യവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ പി ചിത്തരഞ്ജൻ, ശ്രീ നൌഫൽ പാലക്കാടൻ.